നമസ്കാരം. ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ? ഞായറാഴ്ച രാവിലെയാണ് മലയാള നടൻ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരം ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാപ്പാക്കുരിശ്, നോർത്ത് 24 കാതം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച താരം മരിക്കുന്നതിന് 2 ദിവസം മുന്നെയാണ് ഹോട്ടൽ റൂമിൽ മുറിയെടുത്തത്. ഇദ്ദേഹം 2 ദിവസമായി ഹോട്ടൽ റൂമിൽ തന്നെ തുടർന്നു, പുറത്തുപോലും ഇറങ്ങാതെ. അവസാനം മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മുറി തുറന്നു നോക്കുമ്പോൾ കണ്ടതോ നടന്റെ ചേതനയേറ്റ ശരീരം. ഉടൻ തന്നെ ലോക്കൽ പോലീസിനെ സംഭവം അറിയിക്കുകയും അവർ സംഭവ സ്ഥലത്തെത്തുകയും ചെയ്തു. മരണകാരണം ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറയുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ടെങ്കിലും എന്താണ് കാരണമെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിൽ ഫൗൾ പ്ലേ ദൃശ്യമായതൊന്നും കാണുന്നില്ല. എന്നാൽ മരണത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലത്ത് തലയിടിച്ചാവാം മരണം സംഭവിച്ചതെന്ന് പറയുന്നു. മുറിയിൽ നിന്ന് മദ്യത്തിന്റെ കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. പഞ്ചാഗ്നി എന്ന TV സീരിയലിന്റെ ചിത്രീകരണത്തിനായി തിരുവനന്തപുരത്ത് എത്തിയതാണ് അദ്ദേഹം. ഇതിനിടെ നിരവധി തവണ അണിയറ പ്രവർത്തകർ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ദിലീപ് ഫോൺ കോളിനൊന്നും മറുപടി നൽകിയില്ല. സീരിയൽ സംവിധായകനായ മനോജ് പറയുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്നറിയാൻ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ.